ആശമാർക്ക് തനത് ഫണ്ടിൽ നിന്നും ഓണറേറിയം നൽകുന്നതുമായി ബന്ധപ്പെട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കുരുക്കായി പിണറായി സർക്കാർ. പദ്ധതിക്ക് അംഗീകാരം നൽകാതെ പ്രതികാര നടപടി സ്വീകരിക്കുകയാണ് ജില്ലാ ആസൂത്രണ സമിതി. അതേസമയം നടപടിക്കെതിരെ അപ്പീലുമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ രംഗത്തെത്തി. വർദ്ധിപ്പിച്ച ഓണറേറിയം ആശമാർക്ക് നൽകാൻ നിയമപരമായി ഏതറ്റം വരെയും പോകുമെന്ന് മുത്തോലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജിത്ത് ജി മീന ഭവൻ പറഞ്ഞു. ആശാവർക്കർമാർക്ക് മുത്തോലി ഗ്രാമപഞ്ചായത്തിൽ അനുവദിച്ച തുക അവരുടെ ഔദാര്യമല്ല, അവരുടെ അവകാശമാണ്. പ്രതിമാസം 7000 രൂപയാണ് മുത്തോലി ഗ്രാമപഞ്ചായത്ത് ആശാവർക്കർമാർക്ക് അനുവദിച്ചിരുന്നത്. അത് മുത്തോലി ഗ്രാമപഞ്ചായത്തിൻ്റെ തനത് ഫണ്ടിൽ നിന്നാണ് നമ്മൾ ആ തുക അനുവദിച്ചത്. പക്ഷേ എന്തുകൊണ്ടാണെന്നറിയില്ല, DPCയിൽ ഈ പ്രോജക്റ്റ് അവർ റിജക്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. ഇത് സർക്കാർ അവരോട് കാണിക്കുന്ന വലിയൊരു ക്രൂരതയാണ് ആശാവർക്കർമാരോട് കാണിക്കുന്നത്. പഞ്ചായത്തിൻ്റെ തനത് ഫണ്ടിൽ നിന്ന് ഒരു ധനനഷ്ടവും കൂടാതെയാണ് പഞ്ചായത്ത് ഈ തുക നൽകുന്നത്. എന്തായാലും അവർക്ക് അർഹതപ്പെട്ട പണം ആണ് ഞങ്ങൾ കൊടുക്കുവാൻ തീരുമാനിച്ചത്. ഞങ്ങൾ ഈ തുക നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഏതറ്റം വരെ പോയാലും ഈ തുക ആശാവർക്കർമാരുടെ കയ്യിലെത്തിക്കും. അതിന് ആദ്യപടി എന്ന നിലയിൽ ഞങ്ങൾ അപ്പീലിന് പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അർഹതപ്പെട്ട പണം ആശാവർക്കർമാർക്ക് ലഭിക്കുന്നിടം വരെ ഞങ്ങൾ നിയമ പോരാട്ടം നടത്തും, യാതൊരു സംശയവുമില്ല. വിവരങ്ങളുമായി അരുൺ കൊടുങ്ങൂർ വീണ്ടും ചേരുന്നു. അരുൺ, അതായത് ആശമാരുടെ ദുരിതം തിരിച്ചറിഞ്ഞ ചില പഞ്ചായത്തുകൾ, ചില തദ്ദേശ സ്ഥാപനങ്ങൾ അവരുടെ തനത് ഫണ്ടിൽ നിന്ന് അധികമായി ഓണറേറിയം നൽകാം എന്ന വാക്ക് നൽകുന്നു. അവിടെയും തടസ്സമുണ്ടാക്കുന്നു പിണറായി സർക്കാർ. തീർച്ചയായും ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ ഇത്രയും വേദനയോടെ ഈ കാര്യങ്ങൾ പറയണമെങ്കിൽ ആ വിഷയത്തിൻ്റെ വ്യാപ്തി നമുക്കറിയാം. ഈ ആശമാരുടെ സമരം സമൂഹത്തിൻ്റെ ഒന്നാകെ കണ്ണു തുറപ്പിച്ച ഒരു സമരമാണ്. പക്ഷേ സർക്കാർ ഇതിനോട് മുഖം തിരിച്ചു നിൽക്കുന്ന കാഴ്ചകൾ, അവരെ ദ്രോഹിക്കുന്ന നടപടികൾ, അത് നമ്മൾ ഓരോ ദിവസവും ഓരോ മണിക്കൂറുകളിലും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അർഹമായ ആനുകൂല്യം അല്ലെങ്കിൽ അർഹമായ ശമ്പളം, അർഹമായ ഓണറേറിയം, ഇതിനു വേണ്ടി തെരുവിലിറങ്ങി സമരം ചെയ്യാൻ തുടങ്ങിയിട്ട് 100 ദിവസത്തോളമാകുന്നു. പക്ഷേ ഇത്തരത്തിലുള്ള ആളുകൾ, ഈ സ്ത്രീകൾ ഇങ്ങനെ സമരം നടത്തിയിട്ടും എന്തുകൊണ്ടാണ് സർക്കാർ ഇതുവരെയും കണ്ണു തുറക്കാത്തതെന്നുള്ളൊരു വലിയ ചോദ്യമാണ്. പക്ഷേ ആ ചോദ്യത്തോട് മുഖം തിരിഞ്ഞു നിൽക്കുക തന്നെയാണ് സർക്കാർ. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് BJP അടക്കം ഭരിക്കുന്ന പഞ്ചായത്തുകൾ ഇത്തരത്തിൽ ചില നിലപാടുകൾ എടുത്തത്. ആശമാർക്ക് കൈത്താങ്ങാകുന്ന, അവർക്ക് കരുത്താകുന്ന, അവർക്ക് കരുതലാകുന്ന തീരുമാനങ്ങളുമായി BJP ഭരിക്കുന്ന പഞ്ചായത്തുകൾ അടക്കം മുന്നോട്ട് പോയത്. പക്ഷേ ഇതിന് വീണ്ടും വിലങ്ങുതടിയിട്ട് ആശമാരോടുള്ള ക്രൂരത, അവരോടുള്ള സമീപനം കൃത്യമായി തന്നെ വീണ്ടും ആവർത്തിക്കുക സർക്കാർ. നിലവിൽ പദ്ധതി പ്രഖ്യാപിച്ചു. പദ്ധതി പ്രഖ്യാപിച്ചതിന് ശേഷം ഇതിനുള്ള തുക വകയിരുത്തി പഞ്ചായത്തുകളുടെ തനത് ഫണ്ടിൽ നിന്നാണ് ഈ തുക വകയിരുത്തിയിരിക്കുന്നത്. മുത്തോലി പഞ്ചായത്തിലാണെങ്കിൽ ഒരു മാസം 7000 രൂപയാണ് ഒരു ആശാ വർക്കർക്ക് നൽകാൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ഇതിന് ജില്ലാ ആസൂത്രണ സമിതി അംഗീകാരം നൽകുന്നില്ല. അതൊരു പ്രതികാര നടപടിയുടെ ഭാഗമായി തന്നെയെന്ന് നമുക്ക് നിസ്സംശയം പറയാനാകും. എന്തുകൊണ്ടാണ് ഇത്തരം ഒരു നടപടി എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് യാതൊരു തരത്തിലുള്ള മറുപടിയുമില്ല. സർക്കാരിൻ്റെ സമ്മർദ്ദം, അത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അതുമാത്രമാണ് ഇതിലുള്ള ഒരു കാരണം. സർക്കാർ ഈ ആശമാരുടെ കാര്യത്തിൽ ഇടപെടുന്ന രീതി, അവരുടെ ഒരു ക്രൂരത, അത് കൃത്യമായി തന്നെ പൊതുസമൂഹം വലിയ ചർച്ചയാക്കുന്നു. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ കൈത്താങ്ങ് നൽകിയ പഞ്ചായത്തുകൾക്കെതിരെ കൂടി ഇപ്പോൾ സർക്കാർ തിരിയുകയാണ്. അല്ലെങ്കിൽ മറ്റു പ്രൊജക്റ്റുകൾ കൂടി റദ്ദാക്കുമെന്നുള്ള ഒരു ഭീഷണി കൂടി ഇവർ മുന്നോട്ട് വെക്കുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും ഇത്തരത്തിൽ ഈ ഒരു വിഷയത്തെ നിയമപരമായി തന്നെ നേരിടാനാണ് പഞ്ചായത്തുകളുടെ തീരുമാനം. എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ ജില്ലാ ആസൂത്രണ സമിതിയുടെ തീരുമാനത്തിനെതിരെ അപ്പീൽ പോയിരിക്കുകയാണ് മുത്തോലി പഞ്ചായത്ത്. എന്തായാലും വരും ദിവസങ്ങളിലും കൃത്യമായ നിലപാടുമായി മുന്നോട്ട് പോകും. എന്തായാലും രഞ്ജിത്തിൻ്റെ ആ വാക്കുകൾ തന്നെ വ്യക്തമാണ്. പ്രഖ്യാപിച്ച തുകയാണ്, അത് ആശമാരുടെ കയ്യിലെത്താൻ ഏത് തരത്തിലുള്ള നടപടികളും സ്വീകരിക്കും. അത് എത്ര കാലതാമസം ഉണ്ടായാലും അത് കൃത്യമായി തന്നെ ഇടപെട്ടുകൊണ്ട് പ്രഖ്യാപിച്ച പണം ആശമാരുടെ കയ്യിലേക്ക് എത്തിക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കും. അത് ഏതറ്റം വരെ പോകണമെങ്കിലും, നിയമപരമായി ഏതറ്റം വരെ പോകണമെങ്കിലും അത് കൃത്യമായി ഇടപെടൽ നടത്തി മുന്നോട്ട് പോകുമെന്നാണ് അദ്ദേഹം കൃത്യമായി വ്യക്തമാക്കിയിരുന്നത്. ഇത് മുത്തോലി പഞ്ചായത്തിലെ മാത്രമല്ല, ഇത്തരത്തിൽ ആനുകൂല്യം പ്രഖ്യാപിച്ച എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും ഒരു വലിയ കുരുക്ക് തന്നെയാണ് ഈ ഒരു സർക്കാരിൻ്റെ നടപടി. എന്തിനാണ് ഇത്ര വലിയ ഒരു ദ്രോഹം? സർക്കാരിനെ സംബന്ധിച്ചോളം ഒരു തരത്തിലും ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഓൺ ഫണ്ട്, അതായത് അവരുടെ സ്വന്തം ഫണ്ടിൽ നിന്നാണ് ഇത്തരത്തിലുള്ള തുക ചിലവഴിക്കുന്നത്. എന്നിട്ടും എന്തിനാണ് ഇത്തരം ഒരു ക്രൂരത എന്നുള്ള ഒരു വലിയ ചോദ്യം
ചോദ്യമാണ് സർക്കാരിന് മുന്നിലേക്ക് ഇവർ ഉന്നയിക്കുകയും ചെയ്തിരിക്കുന്നത് കൃഷ്ണരാജ. യെസ്, തദ്ദേശ സ്ഥാപനങ്ങൾ അവരുടെ തനത് ഫണ്ടിൽ നിന്ന് കൊടുക്കാമെന്ന് വെച്ചാൽ അവിടെയും തടയിടുന്നു പിണറായി സർക്കാർ. ആശമാരോട് എന്താണ് ഇത്ര അനിഷ്ടം എന്ന് ഇനിയും മനസ്സിലാകുന്നില്ല. ഒരു കാലത്ത് കോവിഡ് സമയത്ത് സർക്കാരിൻ്റെ പ്രചാരകരായി വീടാന്തരം കയറിയിരുന്ന പാവപ്പെട്ടവരാണവർ. അതാരും മറക്കരുത്. അതുമാത്രമല്ല, രണ്ടാമതൊരു സർക്കാർ തുടർഭരണം എന്ന പേരിൽ വന്നുവെങ്കിൽ അതാരുടെ മികവായിരുന്നു, എന്തിൻ്റെ പേരിലായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. വിവരങ്ങൾ നൽകുകയായിരുന്നു അരുൺ കൊടുങ്ങു.